നിമിഷ എല്ലാം റെഡിയായോ? നമ്മുടെ വണ്ടി പോയി മേടിക്കണ്ടേ? നമ്മുടെ കുഞ്ഞതിഥി നമ്മൾ കൂട്ടാൻ പോവാണ് കേട്ടോ. കുഞ്ഞതിഥിനെ പോയി വിളിച്ചോണ്ട് വരാൻ പോണം. മിറക്കൂട്ടനൊക്കെ റെഡി ആയ നല്ല സുന്ദരിയായിട്ട്. ഹലോ മീറ, ഐ യു റെഡി? യെസ്. നമ്മൾ എന്നാ മേടിക്കാൻ പോകുന്നു മിറ? കാറ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കളിച്ചു കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 2 ഗസ്റ്റ് ഉണ്ട്. 2 അല്ല 3 ഗസ്റ്റ് ഉണ്ട്. 3 ഗസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആരാന്ന് പറയണ്ടേ? എന്റെ ചേച്ചി, ചേട്ടായും ജോക്കുട്ടനും. അവര് നമ്മുടെ വണ്ടി മേടിക്കാനായിട്ട് കാൻബറയിൽ വന്നിട്ടുണ്ട്. വണ്ടി മേടിക്കാൻ വന്നല്ലോ, ഒരു വിസിറ്റ് വന്നല്ലോ. കുറെ നാളെ കറക്റ്റ് ദിവസം നമുക്ക് വണ്ടിയും കിട്ടും. അത് ഭയങ്കര സന്തോഷം നമുക്ക്. കാണാനില്ലല്ലോ ആരാ? അതെ, ഒരാൾ വന്നു. ഹലോ ജോ, ഹായ്. പല്ലൊക്കെ പോയ ജോ? മിറയ്ക്കും പല്ല് കുഴപ്പമുണ്ട്. മിറയുടെ പല്ലും കുഴപ്പമുണ്ട്. മിറയുടെ സുന്ദരിപ്പല്ല അല്ലെ? രണ്ടുപേരും ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അയ്യോ, ഇന്നലെ വന്നാണ് ഇവരെ കളിയാട്ടോ രണ്ടുപേരും. അയ്യോ, പിന്നെ റീവും ഇവരെ ഓടുന്നതിന്റെ പുറകെ ഓടും. അപ്പൊ നമ്മുടെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. എവിടെയായിരുന്നു ചോദിച്ചു ഇത്ര നാളായിട്ട്? അത് ഞങ്ങൾക്കറിയാം. വീഡിയോ അല്ലേ ഇടാത്തെ? വീഡിയോ നമ്മള് 2 മാസത്തോളമായി ഒരു വീഡിയോ കിട്ടിട്ട്. ഡ്യൂട്ടി 2 പേർക്ക് മാറി മാറിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ. എത്ര പേരാന്ന് പറയാ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു, നിമ്മിക്ക് എന്ത് സംഭവിച്ചു, എന്താണ് വീഡിയോ ഇടാത്തത്? കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ചോദിക്കാറുണ്ട്, എന്ത് പറ്റി വീഡിയോ ഒന്നും കാണാറില്ല. അപ്പം താങ്ക് യു നിങ്ങളുടെ കൺസിഡറേഷൻ. പക്ഷെ നമ്മൾ അങ്ങനെ തിരക്കായതുകൊണ്ടാണ് ഇടാനൊരു പറ്റാത്തത്. ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ ഇവരിടും, നമ്മളിടും. തിരിച്ചവിടെ ചെന്ന് കഴിയുമ്പോ ഇടാൻ മറന്നു, പിന്നെ മടി പിടിക്കൂലേ? ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം കേട്ടോ. നമ്മൾ എന്തായാലും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാരും കാണണം. പിന്നെ നമുക്ക് ഇന്നിപ്പം ഇവര് പുതിയ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ അത് നമ്മളും കൂടെ പോകുന്നുണ്ട്. വണ്ടി എടുക്കാൻ പോകുന്നതിനേക്കാളും അല്ലെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതിന് ചെലവുണ്ട് കേട്ടോ. ചോദിച്ചു കുറെ നാള് കൂടിയാണ് കേട്ടോ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. സത്യം. നിങ്ങളുടെ ആണെങ്കിലും എന്റെ ആണെങ്കിലും നമ്മൾ ഇതുവരെ ആയിട്ടും ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് കുറെ വർഷങ്ങളായി. ഏതായാലും ചേച്ചിക്ക് അനിയത്തിക്കും ബർത്ത്ഡേ ഒരുമിച്ച് നമ്മൾ അന്ന് പൂ കാണാൻ വന്നതല്ലേ ക്യാൻബറിൽ? അന്ന് അവസാനം കണ്ടത്. കറക്റ്റ് സമയത്ത് വന്നു. നിന്റെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ കാർ എടുക്കുമ്പോഴും നീ ചെലവാണ്, നല്ല ചെലവായി അല്ലേ നിമിഷ? ബർത്ത്ഡേ നമുക്ക് ഏതായാലും അടിച്ചു പൊളിക്കും അല്ലെ? വന്നിട്ട് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടോ? ഞങ്ങള് കേക്കൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഞങ്ങൾ ഓൾറെഡി ഇന്നലെ കൊടുത്തു. ഫ്ലവർ കേക്ക് മേടിച്ചു വെച്ചു. ഞാനിപ്പോ രാവിലെ കേക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾറെഡി കേക്ക് മേടിച്ച് സെറ്റ് ആക്കി ഇരിക്കുവാണ്. ഏതായാലും വന്നതിന് ഒത്തിരി സന്തോഷം കണ്ടോ. ശേഷി ചേട്ടായി അവിടെ ഉണ്ട്, വഴിയെ കാണിക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹാപ്പിയായി. പെട്ടെന്ന് ഓഫ് കിട്ടി, ഇവർക്കും അന്നേരം ഓഫായി. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നു. അതെ, ചേട്ടായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചേട്ടായി അടിപൊളിയായിട്ടുണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറിയില്ലേ? ചേട്ടായിക്കൊന്നും പറയാനില്ലേ? എല്ലാം പോവാതെ ചേട്ടായി പോവാതെ കറക്റ്റ് സമയത്ത് വരാൻ പറ്റിട്ടോ. നമ്മുടെ ലെക്ചർസ് എടുക്കാനാണ്. ഇറങ്ങാം. അതെ മിറക്കുട്ട, ഇതന്നെ അടി ഇത് കണ്ട ജോ ടീയ അങ്കിള് മേടിച്ചോണ്ട് വന്ന, ജോ മേടിച്ചോണ്ട് വന്ന ഇതാണല്ലോ ഗിഫ്റ്റ് ആണ്. കുറോമയുടെ ഹൗസ് അല്ലേ മിറ? ഇത് എന്നാ വേണം? നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താലോ? അതുപോലെ റീവിന് സൂപ്പർ ബൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റീവിന് വണ്ടി ചെടി കാണിച്ചു തരാം കേട്ടോ. 2 എണ്ണം ഇവിടെ ഭയങ്കര കളിയാട്ടോ. മിറ ഒന്ന് ഓടിച്ചു കാണിച്ചേ. ഓ എന്റെ അമ്മ, എന്നാ വേണം? അടിപൊളിയാട്ടോ. റീവിന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അത് പാച്ചിന് കൊണ്ടതാ, ഗോവാലൻ അടുത്ത്. അതെ സത്യം കേട്ടോ. അങ്ങനെ റീവൂട്ടിന് സ്വന്തം വണ്ടിയായി അല്ലേ? ജോ ഹെൽപ്പ് ചെയ്യാം ഓടിക്കാൻ. പരമാവധി ശ്രമിക്കുന്നുണ്ട് അവരെ ഓടിപ്പിക്കാൻ. തട്ടി നിൽക്കണം. നിമിഷ അവസാനമായിട്ട് വണ്ടിയുടെ ഒരു ബൈ എത്ര 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള വണ്ടിയാ അല്ലേ? 2-2.5 കൊല്ലമായിട്ട് സൂപ്പർ വണ്ടിയായിരുന്നു കേട്ടോ. എന്നാ പറഞ്ഞാലും അല്ലെ? നല്ലൊരു എവിടെ പോയാലും നല്ല ട്രിപ്പാണ്. കൊടുക്കാണ്ടിരുന്നാലാണ് ഇവനെ പിടിച്ചു വെച്ചാലോ? കൊടുത്തേ വരത്തില്ല. പക്ഷേ എന്റെ പേര് ഞാൻ കൊടുക്കില്ല കേട്ടോ. ഇതിന്റെ നമ്പർ പ്ലേറ്റ് എനിക്ക് തന്നെ വെക്കാം. ഏതായാലും ഇത് ഞങ്ങളെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് എടുക്കട്ടെ. മറ്റേ പുതിയ വണ്ടിക്ക് വെക്കും. യെസ് ഐ ആം എക്സൈറ്റഡ്. അവരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവര് വേറെ വണ്ടിയിലാ വരുന്നത്. അവര് ചെറിയ വണ്ടി കൊണ്ട് വന്നല്ലേ? ജബ്ബോ ഈസ് ബ്യൂട്ടിഫുൾ. അമ്പോ ഡബ്ബ
Don't go to camera. We'll tell mom and dad. Yeah. എല്ലാരും ഡബ്ബയ്ക്ക് വരട്ടെ. ജോ പറഞ്ഞിട്ടുണ്ട് നല്ല സ്ഥലമാണ് അല്ലെ, സൂപ്പർ സ്ഥലമാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് ഓടിച്ച് കൊതി തീരുന്നില്ല. ഭയങ്കര വിഷമം. എനിക്ക് വണ്ടി കൊടുക്കുമ്പോ ഭയങ്കര വിഷമം കേട്ടോ. ഭയങ്കര വിഷമം. എനിക്ക് നമ്മുടെ ബോക്സ് വാഗൺ കൊടുത്തപ്പോഴും ഭയങ്കര വിഷമായിരുന്നടി. അപ്പം നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ചോണ്ട് നടന്ന വണ്ടി നിൽക്കുമ്പോ നമുക്ക് ഒരു ഭയങ്കര വിഷമം വരും. മമ്മി നമ്മുടെ ചക്കരക്ക് ടാറ്റ ബൈ ബൈ. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ അല്ലെ? റീവിന് എടുക്കാനുണ്ടോ? റീവിന് എടുത്തില്ല. അയ്യോ അവനെ എടുക്കണം. I can't get the whole vehicle in the frame. That's the thing. നിമിഷ ഇതാട്ടോ നമ്മുടെ വണ്ടി കിട്ടിട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടായുടെ ഹൈറ്റിന് പറ്റിയ വണ്ടിയാട്ടോ. ആ നിങ്ങളുടെ ഹൈറ്റിന് പറ്റിയ വണ്ടിയാ. GX 550. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ചേട്ടാ തുറന്നു നോക്ക്. ചേട്ടാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട. ചേട്ടാക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഒന്നും പറയണ്ട. ചേട്ടായി വണ്ടിപ്പേന്നാ. അതെ അതെ, ചേട്ടാക്ക് വണ്ടി അതല്ലേ ഇഷ്ടപ്പെട്ടോ? ആയിട്ടുണ്ട്. എന്നെ കൂടെ കണ്ണം കേട്ടോ. അടിപൊളികളെ, സൂപ്പർ. ഇങ്ങനെ അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി വണ്ടിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വലിപ്പമുണ്ട്. അതെ അതെ, പിന്നെ എന്റെ ഒക്കെ ഹൈറ്റിന് പറ്റുന്ന വണ്ടിയാണ്. ഞാൻ തീരെ ചെറുതായതുപോലെ തോന്നുന്നു. നിനക്ക് പറ്റിയത് എല്ലാവർക്കും തോന്നുന്നുണ്ട് നിമിഷ. അതെ അതെ അതെ. താങ്ക് യു. പയ്യ എടുത്തോണ്ട് പോട്ടെ, എല്ലാം കഴിഞ്ഞു. ഇനി പയ്യ എടുത്തോണ്ട് അവരെ നമ്പർ പ്ലേറ്റ് വെച്ചോണ്ടിരിക്കുക. പ്ലേറ്റ് വെച്ചോണ്ട് ഔസേപ്പ് വെച്ചോണ്ടിരിക്കുക. ഇവിടെ നീ എടുക്കുക നിമിഷ. അത് ഞാൻ എടുക്കണം. ഞങ്ങൾ തലമൂത്ത ആൾക്കാരെടുത്തു. അതെ, തലമൂത്ത ആള്. നല്ല സുഖം. ഞാൻ ഓൾറെഡി ഓടിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തു കേട്ടോ. മിറായ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോദിച്ചു. മിറായ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ജോ? മിറ ശോശി നോക്കി, റീവിനെ നോക്കി. താങ്ക് യു. അപ്പൊ വീട്ടിൽ വെച്ച് കാണാം. ബൈ. ബൈ. You like the car? Yeah. It's a new car. You like it? മുഖത്തൊക്കെ ഭയങ്കര വെട്ട, കാരണം നല്ല പ്രകാശമുണ്ട്. ഇതുള്ളതുകൊണ്ടായിരിക്കും, സൺറൂഫ് ഉള്ളതുകൊണ്ടായിരിക്കും. നിറമോളെ, റീവൂട്ട, ജോക്കുട്ട, വാട്ട് ഈസ് ഹാപ്പനിങ്? വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ചേ? വണ്ടി ഓടിച്ചത് സൂപ്പറായിരുന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തല്ലേ, നല്ലതായിരുന്നു. അടിപൊളിയല്ലേ? നമ്മുടെ ഇതിനകത്ത് ഇതുള്ളതുകൊണ്ട് സൺറൂഫ് ഉള്ളത് നല്ല വെട്ടമായിരിക്കില്ലേ ചേ? സൺറൂഫ് ഉള്ളത് നിന്റെ മുഖത്ത് പ്രകാശം അടിക്കുന്നുണ്ട്. ഞാനിപ്പം മെയിൻ ആയിട്ട് ഓർക്കുന്നത് എന്റെ ചേട്ടനെ ആട്ടോ. ഞാൻ ഓസ്ട്രേലിയ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് വണ്ടി മേടിക്കാൻ കാശ് തന്നത് ആരാന്നറിയാമോ? എന്റെ ചേട്ടനാ. അവനെ ഞാനിപ്പോ ഓർക്കും കേട്ടോ. അവൻ എനിക്ക് $2000 സംതിങ്. ചെറിയ വണ്ടിയായിരുന്നു, വലിയ വണ്ടിയൊന്നും അല്ല, കുഞ്ഞു വണ്ടി മേടിക്കാനായിട്ട് ആദ്യം എനിക്ക് പൈസ തന്നത് എന്റെ ചേട്ടൻ ബോബിനാണ് കേട്ടോ. അപ്പം അവനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഓരോ വണ്ടി എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പുതിയ വണ്ടി എടുക്കുമ്പോൾ അവനെ ഓർക്കാറുണ്ട്. പക്ഷെ അവനെ ഞാൻ വീണ്ടും നമ്മുടെ കൂടെ ഒപ്പം നിന്ന് എല്ലാവരെയും അല്ലേ ചെയ്യാം. അവനോട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കേട്ടോ. അവനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ചേട്ടന് പ്രത്യേകം താങ്ക്സ്. ചേട്ടനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. ട്രെയിനിങ് ഒക്കെ തന്നോട്ടെ എങ്ങനെ ഓടിക്കണ്ടേന്ന്. പുതിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് തൊടാനൊരു അല്ലേ. ആദ്യത്തെ 2 ദിവസം നമ്മൾ ഭയങ്കര സൂക്ഷിച്ചായിരിക്കും. പിന്നെ നമ്മുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കാം. കുറച്ച് കഴിയുമ്പോൾ കാണാം ഇനി മിറ ചവിട്ടി കൂട്ടി. തൊട്ട് പുറകിലുണ്ട് കേട്ടോ, നമ്മുടെ വണ്ടിയുടെ പുറകിൽ വരുന്നുണ്ട് അവര്. വീട്ടിലെത്തി കേട്ടോ. എല്ലാരും പുറത്തിറങ്ങി വീടിനകത്ത് കയറാറായി. പക്ഷെ റീവൂട്ടിനെ എടുക്കാൻ മറന്നുപോയി. നിമിഷ, ഇത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ റീവിന് മറക്കുന്നേ. അതെ അതെ അതെ, അവൻ ആ സമയത്ത് നല്ല ഉറക്കാന്നേ. അതിന് വണ്ടിക്കകത്ത് ഇട്ടാലോ? ഉറങ്ങിപ്പോയല്ലേ? ഒന്നുകൂടെ തുന്തരക്കിട്ട ഉറങ്ങിപ്പോയാണ് തുന്തര.
അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ റൈഡൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയ വീട്ടിൽ കയറിയപ്പോഴത്തേക്കും ചാടി എണീറ്റ് 10 മിനിറ്റ് പോലും ഉറങ്ങിയില്ല. ഇനി എന്നെ വിശക്കുന്നില്ല, എന്തെങ്കിലും കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ അക്കുന്റെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ? ശോശാമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഫോർ യു ഡാർലിംഗ്. വണ്ടിയുടെ ചെലവ് വേറെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ട് റെഡിയാക്കണേ. കേക്ക് സർപ്രൈസ് അല്ലായിരുന്നു, ഫ്രിഡ്ജിൽ ഇരിക്കാണ്ട് ഓൾറെഡി കണ്ട് അല്ലേ? അവള് പക്ഷെ കണ്ടില്ലായിരുന്നേ, അവള് കണ്ടില്ലായിരുന്നു. അവളൊരു കേക്ക് അവളെ നമുക്ക് കേക്ക് പഠിക്കണം. ഞാൻ കേക്ക് ഞങ്ങൾ ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ടോ, അവള് കണ്ടില്ല. ഞാൻ ഫ്രിഡ്ജിലുള്ള കഴിവുള്ള പക്ഷെ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ വെച്ച് നീ കണ്ടു. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോയി. ഹാപ്പി ബർത്ത്ഡേ പാടുവോ? ഓക്കെ, പാടാലോ. പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ടിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Just hip hip hooray, hip hip hooray, hip hip hooray. മിറ ചിരിക്കുന്നു. റീഫൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കേക്ക് വിശന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അക്കു. താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് ഇഷ്ടപ്പെട്ടോ? ശോശാമേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചക്കരെ താങ്ക് യു. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളി അടിപൊളി. പാപ്പികളും എനിക്ക് തിളങ്ങാൻ തിളങ്ങുന്ന ഒരു പേഴ്സ്. ഇതുണ്ടടി, അതിന് വള്ളിയുണ്ട്. അതിന് ഇവർക്ക് ഇങ്ങനെ സ്പാർക്ലി ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഇത് തന്നെ ഞങ്ങൾ നോക്കി മേടിച്ചത്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അങ്ങനെ കഴിക്കാനുള്ള ഫുഡുകളൊക്കെ എടുക്കട്ടെ. കഴിക്കാനുള്ള ഇന്ന് നമുക്ക് സ്പെഷ്യല് ഫിഷ് ബിരിയാണി ഉണ്ട്. പിന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, ചോറുണ്ട്, ചീരത്തോരൻ, ചിക്കൻ വറുത്തത്. ചിക്കൻ വറുത്തില്ല. ബിരിയാണി കഴിക്കാറുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ടേ കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഫിഷ് ബിരിയാണി. ചേട്ടായി ഫിഷ് ബിരിയാണിയുടെ ബിരിയാണിയുടെ ആളാണ് കേട്ടോ. നമ്മളോടൊന്നും പറയാതെ നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ആണോ? മാമ്പഴ പുളിശ്ശേരി സ്പെഷ്യൽ ചോറാണ്. പറയട്ടെ ശേഷു. ചോറ്, മാമ്പഴ പുളിശ്ശേരി, ചീരത്തോരൻ, ഇത് ബിരിയാണിന്റെ ആണ് കേട്ടോ. പപ്പടം, പിന്നെ നമ്മുടെ ഫിഷ് കറി ഉണ്ട്, സാമ്പാർ. രാവിലത്തെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് കൂട്ടാൻ സാമ്പാർ ഒരു ശകലം കൂടെ. അപ്പൊ അവള് പറഞ്ഞു അത് വെച്ചേക്കടി, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിനകത്തും കൂടെ കൂട്ടി കഴിച്ചോളാം. അങ്ങനെ അതും അവൾ എടുത്തിട്ടുണ്ട്. അവള് മറക്കാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയല്ലേ? നല്ല നാടൻ കൂണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ചേട്ടായി ഓൾറെഡി കഴിച്ചിട്ട് അല്ലേ റെസ്റ്റ് എടുക്കണം. ഞാൻ ചേട്ടായി ആദ്യം കഴിച്ചിട്ട് ഇവര് ലാസ്റ്റ് കഴിക്കുന്നത്. നിങ്ങൾ വരാൻ നമ്മുടെ മെനു വരാൻ കിടക്കുന്നുള്ളല്ലേ? ഓരോ ദിവസവും ഓരോ നേരം ഏതൊക്കെയാണ് മെനു സെറ്റ് ചെയ്ത് വെച്ചത്. അതെ, ചിക്കൻ ഫ്രൈ കൂടെ ശരിക്കും വറക്കണ്ടായിരുന്നു, പക്ഷെ നമ്മള് വറുത്തില്ല, സമയം കിട്ടി. ഇത്രയും കറിയാണ് എന്നോട് ചിക്കൻ ഫ്രൈ കൂടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കപ്പയും മീൻകറിയും എല്ലാം സെറ്റ് ചെയ്യാം അല്ലെ? ഞാൻ വെച്ച നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെടാ. സൂപ്പർ സൂപ്പർ. എന്റെ കറി കൂടെ പറ. മാമ്പഴ പുളിശ്ശേരി ആക്ച്വലി ഇങ്ങോട്ട് എടുത്തിട്ടില്ല, ഇതിൽ എരിവും സാമ്പാറൊക്കെ ഉണ്ടല്ലോ. ഇനി കുറച്ച് ചോറും കൂടെ എടുത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഇവിടെ ഒരാഴ്ചയായിട്ട് പറയുന്ന മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി സൂപ്പർ. അതുപോലെ റീബൂട്ടറൊക്കെ വായിച്ച് വയറ് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരം ഒന്ന് റൈഡിന് പോകണം അല്ലെ? വണ്ടിയില് അതെ, ഉറങ്ങണം. എനിക്ക് നല്ല ക്ഷീണം അല്ലേ? സമയം 4:15. അതെ അതെ അതെ, 6 മണിക്ക് ഏറ്റാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം. നമുക്കപ്പൊ നമ്മുടെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്തേക്കാം. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തോ. അപ്പം ഏതായാലും ജോഷ് വന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. 2 ദിവസം കൂടെ കാണൂലേ ഇല്ലേ? ഇപ്പൊ പപ്പടം എല്ലാം പൊടിക്കുന്നത് അവനെല്ലാം പൊടിക്കേണ്ടതെന്ന് ആലോചിച്ചോണ്ട് നടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പയ്യെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പോ ഫുഡ് കഴിക്കാണ്ട് പാടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു പാട്ട് കൂടെ പാടി വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി. അടിപൊളി.
അടിപൊളി സുഖം. പിള്ളേരെല്ലാം ഓടി വന്നു കേട്ടോ ഒരു സെക്കൻഡ്. എന്താ സംഭവിക്കണമെന്ന് അറിയാനായിട്ട് മിറേ റിയും നമ്മുടെ റിയും പോട്ടെ മിറയും ജോയും പാട്ടുപടി മഴ പെയ്ക്കാന്ന് കണ്ടിട്ടുള്ളൂ. പാട്ടുപടി പിള്ളേരെ വരുത്തുന്ന ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും ഓക്കെ അല്ലേ? അപ്പം അടിപൊളിയായി. നമ്മുടെ വണ്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ അല്ലെ? എല്ലാവരും കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നമുക്ക് ചാച്ചനെയും അമ്മേനെയും പപ്പേനെയും അവനെയും പ്രത്യേകം നമ്മൾ ഓർക്കണം. അവരോടൊക്കെ നമ്മൾ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, എല്ലാവരും ഹാപ്പിയാണ്. അതെ, അപ്പം ഇനി അടുത്ത ശോശിയും ചേട്ടായും വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഇനി ഞങ്ങൾ അങ്ങോട്ട് വരും കേട്ടോ. അതുപോലെ ശോശിന്റെ ബർത്ത്ഡേക്ക് അല്ലെ അടിപൊളിയായിട്ട് നമ്മള് ചെറുതായിട്ട് അടിപൊളിയായിട്ട് പറയാൻ പറ്റില്ല, നമ്മള് ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശേഷം ആരോഗ്യമായിട്ടിരിക്കുക. അപ്പം എന്നാ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലെ? നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതൊക്കെ പറയാൻ മറന്നു പോയി. ഞങ്ങളുടെ ക്യാൻബറമലി ഫാമിലി ഒരു ചാനലുണ്ട്, വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. വീഡിയോ 2 മാസം കൂടുമ്പോഴാണ് ഇടത്തുള്ളൂ. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞോ, നിങ്ങൾ നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇടുന്നതാണ് ശോഭ പറഞ്ഞേക്കുന്നത്. ഇടുന്ന നമ്മൾ വിചാരിക്കുന്നു അല്ലെ? കുറച്ച് മഴയുടെ പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലാണോ? അപ്പം ഞങ്ങൾ ഈ വീഡിയോ ചോദിക്കുകയാണ്. അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷ ശോശു.